ഹായ് ഗൈസ്, അപ്പോൾ ഡ്രീം ലൈഫിൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മാലോത്തുനിന്ന് ലോഡ് കയറ്റി നേരെ ചുള്ളിക്കരക്ക് പോയിക്കൊണ്ടിട്ടുണ്ട് കേട്ടോ. ആ ചുള്ളിക്കര എന്നാണ് നെക്സ്റ്റ് ലോഡ് കയറ്റാനുള്ളത്. ആ ചുള്ളിക്കര എന്നും കൂടി ആകുമ്പോൾ ലോഡാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മൾ വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്, കാങ്കേത്തേക്കാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ലോഡ് പോകാൻ പോകുന്നത്. നല്ല മഴയാണ്, 2 ദിവസമായിട്ട് നമ്മുടെ ഇവിടെ മഴ നിൽക്കുന്നില്ല കേട്ടോ. പിന്നെ കറണ്ടും ഇല്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം, കറണ്ടില്ലായ്മ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നാട്ടക്കല്ല് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ആശാൻ പ്രതിവേട്ടൻ്റെ വീടൊക്കെ. അയാൾ ചിലപ്പോൾ നമ്മൾ കാണാൻ സാധ്യതയുണ്ട്, ഓട്ടോറിക്ഷ ഇവിടെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് കേട്ടോ. ഇപ്പോൾ വെള്ളരിക്കുണ്ട് റൂട്ടിലാണ് പോയിക്കൊണ്ടുള്ളത്. ബൈക്കുകാരും കാറുകാരെല്ലാം നല്ലോണം സൂക്ഷിക്കണം കേട്ടോ. ഒന്ന് വലിയ വണ്ടിയുടെ അടുത്ത് ബാക്കിൽ അടുത്ത് പോകാൻ പാടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വണ്ടിക്കാർ എപ്പോൾ ചവിട്ടൊന്നും പറയാൻ കഴിയില്ല. പിന്നെ റോഡിലൊക്കെ മൊത്തം വെള്ളമായിരിക്കും കേട്ടോ, നല്ല രീതിയിൽ. വലിയ കുഴിയൊന്നും ഏടെ ഉണ്ടെന്ന് വരെ അറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് റോഡ്. അതുകൊണ്ട് തന്നെ കെയർഫുള്ളായിട്ട് പോവാം. വലിയ വണ്ടിയാകുമ്പോൾ വലിയ സീൻ വരില്ല, പക്ഷേ ചെറിയ വണ്ടിയാകുമ്പോൾ നല്ല രീതിയിൽ അപകടം പറ്റാൻ സാധ്യത ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവരും സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക. ഇനി മഴ തുടങ്ങിയാൽ കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. ഫുള്ള് കോടമഞ്ഞായിട്ടുണ്ട്. ഓപ്പോസിറ്റ് മലയെല്ലാം മൊത്തം മഞ്ഞ് കയറുന്നുണ്ട് കേട്ടോ. അവിടെ വലിയൊരു മലയില്ലാതാണ് കേട്ടോ, പക്ഷെ കോടമഞ്ഞ് കാരണം ഒന്നും കാണുന്നില്ല. ഇവിടെ തേക്ക് പൊളിഞ്ഞുകൊണ്ട് കാഴ്ച. അപ്പോൾ നമ്മൾ വെള്ളരിക്കുണ്ടും പരപ്പയും ഇടത്തോടെല്ലാം കഴിച്ചിട്ട് നേരെ നായിക്കയം തട്ട് കയറുന്നുണ്ട് കേട്ടോ. നായിക്കയം തട്ട് നേരെ ഇറങ്ങുന്നത് ചക്കിട്ടടക്കത്തേക്കാണ്. നായിക്കയറ്റം കയറി ഇറങ്ങുന്നത് അവിടെ നേരെ ഒടയഞ്ചാല് ചുള്ളിക്കര. ടാഗോർ പബ്ലിക് സ്കൂളിൻ്റെ ബസ് നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഓപ്പോസിറ്റ് മലയിൽ മൊത്തം കോടമഞ്ഞ് കയറുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ പടിമരുത് എത്തിയിട്ടുണ്ട് കേട്ടോ. പടിമരുത്, ഇതാണ് പടിമരുത് പള്ളി. നമ്മുടെ ബോസിൻ്റെ വീട് ഇവിടെ തന്നെയാണ് കേട്ടോ. ഒരു 14 വീല് വണ്ടി സൈഡാക്കിയിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം റാണിപുരത്തേക്ക് 22 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഇത് റെസ്റ്റോറൻ്റാണ്. ഈ കുരിശുപള്ളീൻ്റെ ബാക്കിൽ കാണുന്ന വീടാണ് കേട്ടോ നമ്മുടെ ബോസിൻ്റെ. അത് കുടികൂടലൊന്നും കഴിഞ്ഞിട്ടില്ല. ഇതാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ കമ്പനി ബിൽഡിംഗ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി മറ്റേ ചുള്ളിക്കര ചെട്ടിയാംകുന്നിൽ ട്രേഡേഴ്സിലുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് ഫുൾ ലോഡ് കയറ്റി കയറാനില്ല. പണിക്കാർ കുറവാണ്. പണിക്കാർ ഇപ്പോൾ വന്നിട്ടാകുമ്പോൾ ബാക്കി ലോഡ് കയറ്റുന്നതായിരിക്കും കേട്ടോ. ഇവിടെ തന്നെ ഒരു പാർസൽ സർവീസ് ഉണ്ട്. നമ്മുടെ വണ്ടിക്ക് ഇതാ വണ്ടിയുടെ ബാക്ക് ബമ്പറിന് നമ്മുടെ ചാനൽ നെയിം സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോഴും പുറത്ത് തന്നെയാണ്. ചുള്ളിക്കര ചെട്ടിയങ്കുന്നൽ ട്രേഡേഴ്സിൻ്റെ ബ്രാഞ്ചിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് വണ്ടി. ചുള്ളിക്കര ചെട്ടിയാങ്കുന്നൽ ട്രേഡേഴ്സിൻ്റെ ബ്രാഞ്ചിലാണ് നല്ല മഴയാണ് ഇവിടെ. വണ്ടീൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. പണിക്കാർ വേറൊരു വണ്ടിയിൽ ലോഡ് ഇറക്കാൻ പോയതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നോക്കിയാൽ ഗ്ലാസ്സിൽ മൊത്തം ആവി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ചുള്ളിക്കരക്ക് പോകുന്ന റോഡ്. ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടി ലോഡ് ആവാനായിട്ടുണ്ട് കേട്ടോ. ഫുൾ ലോഡ് കയറാനായിട്ടുണ്ട്. ആകെ ഒരു 4-5 വട്ടിയും കൂടി മാത്രമേ ഇടാനുള്ളൂ കേട്ടോ.
തേങ്ങയെല്ലാം ഫുള്ള് നിലത്ത് വീണിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 6:30 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ചുള്ളിക്കരയിൽ നിന്ന് എടുത്തതേ ഉള്ളൂ കേട്ടോ. നമുക്ക് നേരെ ഇന്നത്തെ ലോഡ് എന്ന് പറഞ്ഞാൽ കാങ്കയത്തൊക്കെയാണ് ലോഡ്. ഈ വീടിൻ്റെ ഒക്കെ പെയിൻറ്റിങ് നമ്മളാണ് കേട്ടോ ചെയ്തത്, പെയിൻറ്റിങ് വർക്ക്. ഇത് ടാഗോർ സ്കൂൾ ഗ്രൗണ്ട്, ടാഗോർ. നമ്മളിപ്പോൾ നേരെ പടിമരുത് എത്താനായി, നമ്മുടെ ബോസിൻ്റെ വീടിൻ്റെ അടുത്തേക്ക് എത്താനായിട്ടുണ്ട് കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മൾ പയ്യോളി എത്താനായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 12:30 മണിയായിട്ടുണ്ട്. പയ്യോളി എത്താനായിട്ടുണ്ട് കേട്ടോ. റോഡെല്ലാം വൻ മോശമാണ്, നല്ല രീതിയിൽ കുഴിയും, റോഡിൽ ഫുള്ള് വെള്ളമാണ് കേട്ടോ. ബൈക്കുകാർ കാറുകാർ നല്ലോണം സൂക്ഷിക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുഴിയൊന്നും അറിയുന്നില്ല, റോഡിലെല്ലാം മൊത്തത്തിൽ വെള്ളമാണ് കേട്ടോ. ഈ മഴക്കാലത്ത് എല്ലാവരും നല്ല കെയർഫുള്ളായിട്ട് തന്നെ വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. നമ്മുടെ മുമ്പിൽ പോകുന്ന ഒരു KL08 വണ്ടിയാണ് കേട്ടോ. തൃശ്ശൂർ രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഫുള്ള് ഫ്രിഡ്ജാണ് ലോഡ് വണ്ടിയിൽ ഗായ്സ്. അപ്പോൾ നമ്മളിപ്പോൾ പെരിന്തൽമണ്ണയിൽ എത്തിയിട്ടുണ്ട്, പെരിന്തൽമണ്ണ മണ്ണാർക്കാട് എത്തിയിട്ടുണ്ട് കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മൾ നരകംപള്ളി പാലെല്ലാം കഴിഞ്ഞിട്ട് നേരെ കഞ്ചിക്കോട് എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ 4:30 ഒരു ചെറിയൊരു പണി കിട്ടി. നമ്മുടെ ഒരു റൈറ്റ് സൈഡ് ബാക്കിലുള്ള അകത്തുള്ള ടയർ പൊട്ടി കേട്ടോ, പെരിന്തൽമണ്ണയിൽ നിന്ന്. പെരിന്തൽമണ്ണ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ മുകളിൽ തന്നെ പൊട്ടിയതാണ്. അങ്ങനെ ആടെ കുറേ സമയം നമുക്ക് പോയി, ആ ടയറൊക്കെ മാറ്റി കുറേ സമയം നമുക്ക് പോയി കേട്ടോ. നമ്മുടെ സൈഡത്തെ ക്രാഷ് ഗാർഡെല്ലാം മൊത്തം തെറിച്ച് റോഡിലേക്കെല്ലാം വീണു, ഒരു ടയർ പൊട്ടിയതിൻ്റെ കയ്യിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ വന്നുകൊണ്ട് നമുക്ക് നേരെ കാങ്കയത്തേക്കാണ് ലോഡ് അൺലോഡിങ്ങിനായിട്ട് പോകാനല്ലേ. ഇപ്പം നമ്മൾ നരകംപള്ളി പാലം കഴിഞ്ഞ് കഞ്ചിക്കോടൊക്കെ എത്താനായിട്ടുണ്ട് കേട്ടോ. നല്ല മഴയാണ്, ഈ മഴ ഇപ്പോൾ തുടങ്ങിയാന്ന് കേട്ടോ. ഈ പൊളി മഴയാണ്. നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ വേറൊരു വണ്ടി ഉണ്ട് കേട്ടോ, വേറൊരു വണ്ടി ഉണ്ട് കേട്ടോ. അവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരത്തിൻ്റെ പൊടിയാണ് കേട്ടോ, അറക്കപ്പൊടി. അപ്പോൾ അവർക്ക് ഈ റോഡിലേക്കാണ് ലോഡ്. അപ്പോൾ നമ്മൾ നേരെ കാഴ്ചയിലേക്ക് ഇപ്പോൾ പോകുന്ന വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പല്ലടം വഴിയാണ് കേട്ടോ പോകുന്നത്, പല്ലടം ചെട്ടിപ്പാളയം ആ വഴിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ ഗൈസ് നല്ല മഴയാണ് കേട്ടോ, മഴയ്ക്ക് ഒരു കുറവുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരള അതിർത്തി വിട്ടു കേട്ടോ. കേരള അതിർത്തിയായ വേലന്താവളെല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു 2-3 കിലോമീറ്റർ മുമ്പിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. തമിഴ്നാട്ടിലും നല്ല മഴയാണ്. മൊത്തം വാഴ കൃഷിയാണ് കേട്ടോ, വാഴയും തെങ്ങും. ഇപ്പം ഇങ്ങോട്ട് തേങ്ങ വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തമിഴ്നാട്ടിൽ കർണാടകനം കാട്ടി ഡിമാൻഡ് കൂടുതലായിട്ടുണ്ട് കേട്ടോ തമിഴ്നാട്ടിലേക്ക്. അതുകൊണ്ടാണ് ഇപ്പോൾ അധികം ലോഡും ഇങ്ങോട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. നമ്മുടെ ഈ സമയത്ത് ഇത് ആദ്യത്തെ ലോഡാണ് കേട്ടോ. കഴിഞ്ഞതിൽ നമ്മൾ ഒരു 3 ലോഡെന്ന് നമ്മൾ KLF വന്നിട്ടുണ്ടായിനി, പെരുന്തുറയിൽ ഫസ്റ്റ് ടൈമിൽ. ചെറിയൊരു ഗ്രാമത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഗ്രാമത്തിലെല്ലാം വീട് കണ്ടല്ലോ, വാട്ടർ ടാങ്ക് ഉണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് ഹാർഡ്വെയർ ഷോപ്പാണ് കേട്ടോ. ഇങ്ങോട്ട് വാഗമരെല്ലാം പൂത്ത് നിന്നിട്ടുണ്ട് കേട്ടോ, അടിപൊളിയാണ് ഈ വാഗമരം പൂത്ത് നിൽക്കുന്ന കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. ഗായ്സ് അപ്പോൾ ഏകദേശം ചെട്ടിപ്പാളയം വരെ മഴയില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചെറുങ്ങനൊരു ചാറ്റല്ല, അല്ലാണ്ട് നല്ല രീതിയിൽ പെയ്തൊരു ഇതൊന്നും ഇല്ല കേട്ടോ. ചെട്ടിപ്പാളം കഴിഞ്ഞിട്ട് പല്ലടം റൂട്ടിലേക്ക് കുറേ ഗോഡൗൺ ആൻഡ് ഫാക്ടറീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫൈനലി കമ്പനിയിലേക്ക് എത്താനായിട്ടുണ്ട് കേട്ടോ. ഇനി വെറും 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ ദൂരം. അപ്പോൾ ഇത് എല്ലാം കമ്പനിയിലേക്ക് പോകുന്ന വഴിക്കുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. ഫുള്ള് തെങ്ങും തോട്ടമാണ്. ഇവിടെ നോക്കുമ്പോൾ ഇപ്പുറത്തെ റൈറ്റ് സൈഡ് നോക്കുമ്പോൾ ഒരു അമ്പലം ഉണ്ട് കേട്ടോ.
നമ്മൾ ചെറിയൊരു വഴിയിലൂടെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ മെക്കാഡമാണ്. ഈ കാണുന്ന കമ്പനി ആണെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. കാരണം 800 മീറ്ററും കൂടി മാത്രമേ ഉള്ളൂ ബാക്കി. ഇതല്ല കേട്ടാ, ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു കമ്പനിയാണ്. ഏകദേശം ഇതിന് 400 മീറ്ററും കൂടി ഉണ്ട്. ഇത് വേറെന്തോ കമ്പനിയാണ്. നെറ്റൊക്കെ വിരിച്ചിട്ട് അതിർത്തി ഇതാക്കിയിട്ടുണ്ട് കേട്ടാ. ഇതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടാ കൊപ്രക്കളം. ഇഷ്ടംപോലെ കൊപ്രക്കളം ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല അടിപൊളി റോഡും അതേപോലെ തന്നെ പ്രകൃതിയും. ഫുള്ള് തെങ്ങും തോട്ടം. ആട് വളർത്തുന്നുണ്ട് കേട്ടോ. കുടിവെള്ളത്തിൻ്റെ ടാങ്കൊക്കെ ഉണ്ട് കേട്ടോ. തരിശു ഭൂമി. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് കേട്ടോ പോകാനുള്ളത്. ലൊക്കേഷനിലേക്ക് എത്തിക്കൊണ്ടുണ്ട്. ഭയങ്കരത്തിൽ കാറ്റ് വീശുന്നുണ്ട് കേട്ടോ ഇവിടെ. ഇതാണ് നമ്മുടെ കമ്പനി. ഇങ്ങോട്ട് വേറെ വീടൊക്കെ ഉണ്ട്. ഇതാണ് കേട്ടോ ചെട്ടിയാകുന്നേൽ ട്രേഡേഴ്സിൻ്റെ കാങ്കയത്തെ ഓയിൽ മില്ല് ആൻഡ് കൊപ്ര ഗോഡൗൺ. 916 ഓയിൽ ഇവരുടേതാണ് കേട്ടോ ചെട്ടിയാകുന്നേലിൻ്റെ. ബ്രിഡ്ജെല്ലാം ഉണ്ട്. ഇവിടെ തന്നെ വണ്ടി തൂക്കിയിട്ട് ഇവിടെ തന്നെ എവിടെയോ ആണ് നമുക്ക് ഇറക്കാനുള്ളത്. KL 79 വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ഫുള്ള് KL രജിസ്ട്രേഷൻ വണ്ടി തന്നെയാണ് ഇടുള്ളത്. 916 വലുതായിട്ട് ഇതിനുണ്ട് കേട്ടോ. ഇതാണ് കൊപ്ര ഗോഡൗൺ ഗൈസ്. അപ്പോൾ നമ്മൾ ചെട്ടിയാകുന്നേലിൻ്റെ കാങ്കയത്തെ കളത്തിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മുടെ വണ്ടി ഒരു ഇറക്കത്തിൽ വെച്ചാണ് കേട്ടോ. ഇന്നലത്തെ മഴക്ക് മൊത്തം വെള്ളം കയറ്റിട്ടുണ്ട്. അപ്പോൾ അതിന് വെള്ളമാണ് മൊത്തം പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ 4 മണിക്ക് കിട്ടിയ പണിയാണ് കേട്ടോ ഈ കാണുന്നത്. നിങ്ങളാ ഈ ഭാഗത്തുള്ള ക്രാഷ് ഗാർഡൊന്നും ഇല്ല. അതൊക്കെ ഒരു ടയർ നമ്മളെ തെറിപ്പിച്ച് കളഞ്ഞു. ഇതിൻ്റെ കണ്ടല്ല ബമ്പറിൻ്റെ ഒക്കെ കൊല്ലം ബമ്പറിലും ഫുൾ ഓപ്പണായി. ഫുള്ള് വെൽഡിങ്ങെല്ലാം ഫുള്ള് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഇവിടുത്തെ ഇതെല്ലാം ഫുള്ള് പോയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മാതിരി ടയർ പൊട്ടലായിരുന്നു പൊട്ടിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടയർ പൊട്ടിയത്. ഇതേപോലെ എൻ്റെ സാധനമാണ് കേട്ടോ. അപ്പുറത്തിപ്പോൾ അതിൻ്റെ അഡ്രസ്സ് വരില്ലതാ. അതിൻ്റെ സാധനം ആ ക്രാഷ് ഗാർഡാണ് കേട്ടോ നമുക്കിവിടെ സൈഡ് വെച്ചിട്ടുള്ളത്. നമ്മുടെ വണ്ടി അൺലോഡിങ് പോയിന്റിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഈ ഗോഡൗണിൻ്റെ ബാക്കിലാണ് നമ്മുടെ വണ്ടിയോട് പോകാൻ പറഞ്ഞത്. നോക്കാം. ഇപ്പോൾ നമ്മുടെ ലോഡെല്ലാം ഇറക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏകദേശം 1 മണിക്കൂറിനുള്ളാണ് പണിക്കാർ മൊത്തം നമുക്ക് ഇറക്കി തന്നത്. അപ്പോൾ ഇനി മൊത്തം നമുക്ക് സൈഡ് നെറ്റെല്ലാം ഒന്ന് വലിച്ച് കെട്ടണം, ഒന്ന് ക്ലീൻ ആക്കാനുണ്ട് കേട്ടോ. ഇതാണ് ഇപ്പോൾ അടുത്ത പണി. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ചെട്ടിയാകുന്നേൽ ട്രേഡേഴ്സിൻ്റെ ലോഡെല്ലാം അൺലോഡ് ചെയ്തിട്ട് നമ്മൾ കാങ്കയം റോഡിൽ വന്ന് ഇരുന്നിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ലോഡിന് വിളിച്ചിട്ട് ലോഡൊന്നും ആയിട്ടില്ല. അപ്പോൾ നാളെ രാവിലെ വരെ നമുക്കിവിടെ ഏതെങ്കിലും പാർക്കിങ്ങിൽ കയറ്റിയിട്ട് വെയിറ്റ് ചെയ്യാമെന്ന് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. എല്ലാവർക്കും ശുഭദിനം.